ഗുഡ് മോർണിംഗ് മൈ ഡിയർ സ്റ്റുഡൻസ്. നമ്മൾ ഇലക്ട്രോ ഡൈനാമിക്സിൻ്റെ ലാസ്റ്റ് സെക്ഷനിൽ മാക്സ്വെൽസ് ഇക്വേഷൻസ് എന്താണെന്ന് പഠിച്ചു. ഓക്കെ, അപ്പം മാക്സ്വെൽസ് ഇക്വേഷൻസ് എഴുതിയപ്പം നമ്മൾ എന്താണ് ചെയ്തത്? ഇലക്ട്രോസ്റ്റാറ്റിക്സിലും മാഗ്നറ്റോസ്റ്റാറ്റിക്സിലും നമ്മൾ പഠിച്ച ഏറ്റവും പ്രധാനപ്പെട്ട 4 ഇക്വേഷൻസിനെ ചേർത്ത് വെച്ചിട്ടാണ് നമ്മൾ മാക്സ്വെൽസ് ഇക്വേഷൻസ് എന്ന് പറഞ്ഞത്. അതിൽ ആ 4 ഇക്വേഷൻസ് ഏതൊക്കെയാണ്? ഗോസസ് ലാ, ഡെൽ ഡോട്ട് ഡി ഈക്വൽ ടു റോ ബൈ എപ്സിലോൺ 0 അല്ലേ? ഡെൽ ഡോട്ട് ഇ ഈസ് ഈക്വൽ ടു റോ ബൈ എപ്സിലോൺ 0, ദാറ്റ് ഈസ് ഗോസസ് ലാ ഇൻ ഇലക്ട്രോസ്റ്റാറ്റിക്സ്. ഡെൽ ഡോട്ട് ബി ഈക്വൽ ടു 0, ദാറ്റ് ഈസ് മാഗ്നറ്റിക് മോണോപോൾസ് ഡു നോട്ട് എക്സിസ്റ്റ് ഇൻ മാഗ്നറ്റോസ്റ്റാറ്റിക്സ്. ഡെൽ ക്രോസ് ബി ഈസ് ഈക്വൽ ടു മൈനസ് ഡോ ബി ബൈ ഡോ ടി, ദാറ്റ് ഈസ് ഫാരഡേസ് ലാ ഇൻ ഇലക്ട്രോഡൈനാമിക്സ്. ഡെൽ ക്രോസ് ബി ഈസ് ഈക്വൽ ടു മ്യൂ 0 വരെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, ദാറ്റ് ഈസ് ആംപിയേഴ്സ് ലാ ഇൻ മാഗ്നറ്റോസ്റ്റാറ്റിക്സ്. പക്ഷേ ഡെൽ ക്രോസ് ബി ഈസ് ഈക്വൽ ടു മ്യൂ 0 എന്ന് പറയുന്ന ഇക്വേഷൻ നമ്മൾ നോൺ സ്റ്റഡി കറണ്ടിൻ്റെ കേസിൽ അപ്ലൈ ചെയ്യുമ്പം ഇറ്റ് ഷോസ് സം ഇറ്റ് ആംപിയേഴ്സ് ലോ ഫെയിൽ ആവുന്നതായിട്ട് കണ്ടു ഇൻ ദ കേസ് ഓഫ് നോൺ സ്റ്റഡി കറണ്ട്. സോ Maxwell modified Ampere's law with a correction term mu 0 epsilon 0 dou E by dou T. അപ്പം ഈ 4 ഇക്വേഷൻസിനെയും കൂടെ ചേർത്തിട്ടാണ് മാക്സ്വെൽ എന്തെന്ന് വിളിച്ചത്? മാക്സ്വെൽസ് ഇക്വേഷൻസ് എന്ന് വിളിച്ചത്. ഓക്കെ, ഈ 4 ഇക്വേഷൻസിനെയും കൂടെ ചേർത്താണ് മാക്സ്വെൽ എന്തെന്ന് വിളിച്ചത്? മാക്സ്വെൽസ് ഇക്വേഷൻസ് എന്ന് വിളിച്ചത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് മാക്സ്വെൽസ് ഇക്വേഷൻസ് ഇൻ മാറ്റർ. ഈ നമ്മളിതെന്ന് പറയുന്നത് ജനറൽ ആയിട്ടുള്ള മാക്സ്വെൽസ് ഇക്വേഷൻസ് ആണ്. ഇനി നമ്മൾ മാറ്ററിൻ്റെ കേസ് എടുക്കുമ്പോഴത്തേന് മാക്സ്വെൽസ് ഇക്വേഷൻസ് എന്തായിട്ട് മാറുമെന്നാണ് നമുക്ക് നോക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് ഇൻ മാറ്റർ എന്ന് പറയുന്ന ചാപ്റ്റർ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അമൃത ടീച്ചർ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നമുക്കറിയാം, ഒരു ഡൈഇലക്ട്രിക് മെറ്റീരിയലിനെ നമ്മളൊരു സ്റ്റാറ്റിക് ഇലക്ട്രിക് ഫീൽഡിൽ വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അതിനകത്ത് ഇലക്ട്രിക് പോളറൈസേഷൻ മൂലം ഇലക്ട്രിക് ഡൈപോൾസ് ഇൻഡ്യൂസ് ചെയ്യും ഇല്ലേ? ഒരു ഡൈഇലക്ട്രിക് മെറ്റീരിയലിനെ നമ്മൾ ഒരു ഇലക്ട്രിക് ഫീൽഡിൽ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്തുണ്ടാകുന്ന ഇലക്ട്രിക് പോളറൈസേഷൻ മൂലം അതിനകത്ത് ഇലക്ട്രിക് ഡൈപോൾസ് ഇൻഡ്യൂസ് ചെയ്യും. ഇതിൻ്റെ ഫലമായിട്ട്, ഡൈപോൾസ് ഇൻഡ്യൂസ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് അതിനകത്ത് ബൗണ്ട് ചാർജസ് പ്രൊഡ്യൂസ് ചെയ്യും. എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? ബൗണ്ട് ചാർജസ് പ്രൊഡ്യൂസ് ചെയ്യും. അതെവിടെയാണ് അപ്പിയർ ചെയ്യുന്നത്? ദേ വിൽ അപ്പിയർ ഓൺ ദ സർഫസ് ഓഫ് ദി മെറ്റീരിയലിൻ്റെ സർഫസിൽ അപ്പിയർ ചെയ്യും. ഓക്കെ, അപ്പം ഈ ബൗണ്ട് ചാർജ് ഡെൻസിറ്റി ഇൻഡ്യൂസ്ഡ് ഇൻ എ ഡൈഇലക്ട്രിക് മെറ്റീരിയൽ ഡ്യൂ ടു പോളറൈസേഷൻ. ഇലക്ട്രിക് പോളറൈസേഷൻ മൂലം ഒരു ഡൈഇലക്ട്രിക് മെറ്റീരിയലിൽ ഇൻഡ്യൂസ് ചെയ്ത ബൗണ്ട് ചാർജിൻ്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു റോ ബി ഈസ് ഈക്വൽ ടു മൈനസ് ഡെൽ ഡോട്ട് പി എന്നാണ്. റോ ബി ഈസ് ഈക്വൽ ടു എന്താണ്? മൈനസ് ഡെൽ ഡോട്ട് പി എന്നാണ്. ഓക്കെ, ഈ ഇക്വേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് ഇൻ മാറ്റർ എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിച്ചിട്ടുള്ളതാണ്. അപ്പം ബൗണ്ട് ചാർജ് ഡെൻസിറ്റി റോ ബി ഈസ് ഈക്വൽ ടു മൈനസ് ഡെൽ ഡോട്ട് പി എന്നാണ്. ഓക്കെ, ഇനി നമ്മൾ പഠിച്ചിട്ടുണ്ട് ഗോസസ് ലാ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗോസസ് ലാ എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു ഡെൽ ഡോട്ട് ഇ ഇസ് ഈക്വൽ ടു റോ ബൈ എപ്സിലോൺ 0 ആണ് അല്ലേ? ഇതാണ് നമ്മുടെ മാക്സ്വെല്ലിൻ്റെ ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഗോസസ് ലാ ആണ് ഫസ്റ്റ് മാക്സ്വെൽ ഇക്വേഷനായിട്ട് എടുത്തേക്കുന്നത്. ഡെൽ ഡോട്ട് ഇ ഇസ് ഈക്വൽ ടു റോ ബൈ എപ്സിലോൺ 0. അപ്പം നമ്മൾ എടുത്തിരിക്കുന്ന മെറ്റീരിയൽ അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ്, അതായത് ഇങ്ങനെ ഈ ഫീൽഡ് ഒരു മാറ്ററിലാണ് അല്ലെങ്കിൽ ഒരു ഡൈഇലക്ട്രിക് മെറ്റീരിയൽ ആണ് എങ്കിൽ എന്ത് സംഭവിക്കും? ഈ റോയുടെ വാല്യൂവിൽ വ്യത്യാസം വരും അല്ലേ? അപ്പം നമുക്ക് അവിടെ റോയുടെ വാല്യൂവിൽ വ്യത്യാസം വരും കേട്ടോ. അപ്പം ഈ റോ എന്ന് പറയുന്നതിൽ വാല്യൂവിൽ ഉണ്ടാകുന്ന വ്യത്യാസം മൂലം ആ ഗോസസ് ലാ എന്ത് ചെയ്യും? ചേഞ്ച് ചെയ്യും. മാക്സ്വെൽസ് ഇക്വേഷൻസിൽ വ്യത്യാസം വരും. ഓക്കെ, മനസ്സിലായോ? നമ്മൾ ഗോസസ് ലാ അനുസരിച്ച് ഡെൽ ഡോട്ട് ഇ ഈക്വൽ ടു റോ ബൈ എപ്സിലോൺ 0 ആണ്. പക്ഷേ നമ്മൾ എടുക്കുന്ന നമ്മളൊരു മീഡിയത്തിലാണ് ഈ ഗോസസ് ലോ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ അവിടെ ഒരു മെറ്റീരിയലിനകത്താണ് അല്ലെങ്കിൽ ഒരു ഡൈഇലക്ട്രിക് മെറ്റീരിയലിലാണ് നമ്മൾ ഗോസസ് ലോ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ അവിടെ ഇലക്ട്രിക് പോളറൈസേഷൻ മൂലം ഒരു അഡീഷണൽ ചാർജസ് ഫോം ചെയ്യുന്നു. ഇലക്ട്രിക് പോളറൈസേഷൻ മൂലം അഡീഷണൽ ചാർജസ് ഫോം ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് എന്തുണ്ടാകുന്നു? അവിടെ ഇൻഡ്യൂസ്ഡ് ബൗണ്ട് ചാർജസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആൻഡ് ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ റോ ബി ഈസ് ഈക്വൽ ടു മൈനസ് ഡെൽ ഡോട്ട് പി. സോ വി ക്യാൻ സേ ദാറ്റ് total bound charge total charge density rho is equal to rho f plus rho b.
ടോട്ടൽ ചാർജ് ഡെൻസിറ്റി റോ ഇസ് ഈക്വൽ ടു റോ എഫ് പ്ലസ് റോ ബി ആണെന്ന് നമുക്ക് പറയാം. ഇവിടെ റോ എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീ ചാർജ് ഡെൻസിറ്റിയാണ്. അതെന്ന് പറയുന്നത് നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡിനകത്ത് സാധാരണയുള്ള ഫ്രീ ചാർജ് ഡെൻസിറ്റിയാണ്. ഫ്രീ ചാർജ് മൂലം ഉണ്ടാകുന്നത്. റോ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൗണ്ട് ചാർജ് ഡെൻസിറ്റി ആൻഡ് ഇറ്റ് ഈസ് റിലേറ്റഡ് ടു പോളറൈസേഷൻ ഓഫ് ദി മീഡിയം ത്രൂ മീഡിയം ആൻഡ് മീഡിയത്തിൻ്റെ പോളറൈസേഷനുമായിട്ട് റിലേറ്റഡ് ആണ്. ആൻഡ് ഇറ്റ്സ് വാല്യൂ ഈസ് റോ ബി ഈക്വൽ ടു മൈനസ് ഡെൽ ഡോട്ട് പി. മനസ്സിലായോ? നമ്മൾ സാധാരണ കേസിൽ ഗോസസ് ലാ എന്ന് പറഞ്ഞാൽ ഡെൽ ഡോട്ട് ഇ ഈക്വൽ ടു റോ ബൈ എപ്സിലോൺ 0 ആണ്. പക്ഷേ ഇതൊരു ഡൈലക്ട്രിക് മെറ്റീരിയൽ, ഏതെങ്കിലും ഒരു മെറ്റീരിയൽ ആണെന്നിരിക്കട്ടെ, ഇത് ഡൈലക്ട്രിക് മെറ്റീരിയൽ ആണെന്നിരിക്കട്ടെ, എന്ത് സംഭവിക്കും? ഡൈലക്ട്രിക് മെറ്റീരിയൽസിൽ ഒരു സ്റ്റാറ്റിക് ഇലക്ട്രിക് ഫീൽഡിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അതിനെന്ത് സംഭവിക്കും? ഇത് ഇലക്ട്രിക് പോളറൈസേഷൻ മൂലം ബൗണ്ട് ചാർജസ് അതിനകത്ത് ഡെവലപ്പ് ചെയ്യും. ഇലക്ട്രിക് പോളറൈസേഷൻ മൂലം അതിനകത്ത് ബൗണ്ട് ചാർജസ് അതിൻ്റെ സർഫസിൽ ഡെവലപ്പ് ചെയ്യും. അപ്പോൾ അവിടുത്തെ ചാർജ് ഡെൻസിറ്റിയിൽ വ്യത്യാസം ഉണ്ടാകും. റോ എന്ന് പറഞ്ഞാൽ ചാർജ് ഡെൻസിറ്റിയാണ്. അപ്പം ഈ റോ എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചു വെച്ചിരുന്നത് ഫ്രീ ചാർജ് ഡെൻസിറ്റി എന്നാണ്. റോ എഫ് ഫ്രീ ചാർജ് മൂലമുള്ള ചാർജ് ഡെൻസിറ്റിയാണ് റോ എഫ്. പക്ഷേ ഇപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് മാറ്ററിൽ അപ്ലൈ ചെയ്തപ്പോൾ അവിടെ ബൗണ്ട് ചാർജസും കൂടെ വരുന്നു. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ചാർജ് ഡെൻസിറ്റി റോ ഈക്വൽ ടു റോ എഫ് പ്ലസ് റോ ബി ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ ഡെൽ ഡോട്ട് ഇക്ക് നമുക്ക് റോയ്ക്ക് പകരം എന്തെന്ന് കൊടുക്കണം? റോ എഫ് പ്ലസ് റോ ബി എന്ന് കൊടുക്കണം. മനസ്സിലായ? അപ്പം ബൗണ്ട് ചാർജ് ഡെൻസിറ്റി ഡ്യൂ ടു സ്റ്റാറ്റിക് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ റോ ബി ഈക്വൽ ടു മൈനസ് ഡെൽ ഡോട്ട് പി ആണ്. പക്ഷേ നമ്മൾ ഒരു നോൺ സ്റ്റാറ്റിക് കേസ് എടുക്കുകയാണെങ്കിൽ ടോട്ടൽ ചാർജ് ഡെൻസിറ്റി റോ ഈക്വൽ ടു റോ എഫ് പ്ലസ് റോ ബി ആണ്. ഇവിടെ റോ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? മൈനസ് ഡെൽ ഡോട്ട് പി. അങ്ങനെയാണെങ്കിൽ ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ റോ ഈക്വൽ ടു റോ എഫ് മൈനസ് ഡെൽ ഡോട്ട് പി. ഓക്കെ, ഇനി നമ്മൾ പഠിച്ചിട്ടുള്ള ഗോസസ് ലാ എന്ന് പറഞ്ഞാൽ ഡെൽ ഡോട്ട് ഇ ഈക്വൽ ടു റോ ബൈ എപ്സിലോൺ 0. ഡെൽ ഡോട്ട് ഇ ഈക്വൽ ടു എന്താണ്? റോ ബൈ എപ്സിലോൺ 0. ഇവിടെ റോ ഇസ് ഈക്വൽ ടു റോ എഫ് മൈനസ് ഡെൽ ഡോട്ട് പി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്നിട്ട് ഈ എപ്സിലോൺ 0യെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എന്തോരും? എപ്സിലോൺ 0 ഇൻറ്റു ഡെൽ ഡോട്ട് ഇ ഈക്വൽ ടു റോ എഫ് പ്ലസ് റോ ബി വിച്ച് ഇസ് ഈക്വൽ ടു റോ എഫ് മൈനസ് ഡെൽ ഡോട്ട് പി. ഈ ഡെൽ ഡോട്ട് പിയെ നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരാം. അങ്ങനെയാണെങ്കിൽ ഈ ടേമും കൂടെ ഒരുമിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഡെൽ ഡോട്ട് എപ്സിലോൺ 0 ഇ പ്ലസ് പി ഈസ് ഈക്വൽ ടു റോ എഫ്. ഡെൽ ഡോട്ട് എപ്സിലോൺ 0 ഇ പ്ലസ് പി ഈക്വൽ ടു റോ എഫ് എന്ന് കിട്ടും. ഓക്കെ, ഇനി എപ്സിലോൺ 0 ഇ പ്ലസ് പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ വാല്യൂ ആണ്. ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെൻറ്റ് ഡി ഇസ് ഈക്വൽ ടു എപ്സിലോൺ 0 ഇ പ്ലസ് പി ആണ്. ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെൻറ്റ് ഡി ഇസ് ഈക്വൽ ടു എന്താണ്? എപ്സിലോൺ 0 ഇ പ്ലസ് പി ആണ്. ദാറ്റ് ഈസ് ഡെൽ ഡോട്ട് ഡി ഈക്വൽ ടു റോ എഫ്. എന്താണ്? ഡെൽ ഡോട്ട് ഡി ഇസ് ഈക്വൽ ടു റോ എഫ്. ഈ ഇക്വേഷനെ വിളിക്കുന്ന പേരാണ് ഗോസസ് ലൈൻ മാറ്റർ. ഗോസസ് ലൈൻ മാറ്റർ എന്തെന്ന് വിളിക്കും? ഗോസസ് ലൈൻ മാറ്റർ വേർ ഡി ഇസ് ഈക്വൽ ടു എപ്സിലോൺ 0 ഇ പ്ലസ് പി. ഓക്കെ, അപ്പം ഇതാണ് മാറ്ററിനകത്ത് ഉള്ള ഒന്നാമത്തെ മാക്സ്വെൽസ് ഇക്വേഷൻ്റെ ഒന്നാമത്തെ കറക്ഷൻ. എവിടത്തെയാണ്? ഇൻ മാറ്ററിൽ. മാറ്റർ ആകുമ്പോഴത്തേന് ഗോസസ് ലാ ചേഞ്ചസ് ടു ഡെൽ ഡോട്ട് ഡി ഈക്വൽ ടു റോ എഫ്. എന്താണ്? ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഡൈവേർജൻസ്. ഡെൽ ഡോട്ട് ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെൻറ്റ് വെക്റ്റർ ഇസ് ഈക്വൽ ടു റോ എഫ്. റോ എഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്രീ ചാർജ് ഡെൻസിറ്റി. Rho f is the free charge density where the electric displacement vector D is equal to epsilon 0 E plus P. Epsilon 0 E എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് വെക്റ്റർ, P എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് പോളറൈസേഷൻ. മനസ്സിലായോ? ഇതാണ് ഫസ്റ്റ് ഗോസസ് ലാ. നമ്മൾ ആദ്യമേ പഠിച്ചത് ഡെൽ ഡോട്ട് ഇ ഈക്വൽ ടു റോ ബൈ എപ്സിലോൺ 0 എന്നാണ്. ഇൻ മാറ്ററിൽ മാക്സ്വെൽസ് ഇക്വേഷനിൽ ഫസ്റ്റ് മാക്സ്വെൽ ഇക്വേഷനായ ഗോസസ് ലാ ഡെൽ ഡോട്ട് ഇ ഈക്വൽ ടു റോ ബൈ എപ്സിലോൺ 0 എന്നുള്ളത് ചേഞ്ച് ചെയ്ത് ഡെൽ ഡോട്ട് ഡി ഈസ് ഈക്വൽ ടു റോ എഫ് എന്നായി മാറി. മനസ്സിലായല്ലോ? അപ്പോൾ ഇതാണ് ഒന്നാമത്തെ ഇക്വേഷൻ. അതിനകത്ത് ചാർജ് ഡെൻസിറ്റിയുടെ ടേംസ് മാത്രമേ ചേഞ്ച് ചെയ്യത്തുള്ളൂ. രണ്ടാമത്തെ മാക്സ്വെൽസ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഏതാണ്? ഡെൽ ഡോട്ട് ബി ഈക്വൽ ടു 0. ഇതിനകത്ത് ചാർജ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഈ ഇക്വേഷന് യാതൊരു മാറ്റവും ഇല്ല. ഇനി മൂന്നാമത്തെ ഇക്വേഷൻ എടുത്തു കഴിഞ്ഞാൽ ഡെൽ ക്രോസ് ഇ ഈസ് ഈക്വൽ ടു മൈനസ് ഡോ ബി ബൈ ഡോ ടി എന്നാണ്. ഇവിടെ ചാർജിൻ്റെ ടേംസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഈ ഇക്വേഷനും യാതൊരുവിധ മാറ്റവും ഇല്ല. എവിടെ? ഇൻ മാറ്റർ. ഇനി മൂന്നാമത്തെ ഇക്വേഷൻ എടുത്താൽ ഡെൽ ക്രോസ് ബി ഈസ് ഈക്വൽ ടു മ്യൂ 0 ജെ പ്ലസ് മ്യൂ 0 എപ്സിലോൺ 0
ഡോ ഇ ബൈ ഡോ ടി എന്നാണ്. ഇവിടെ ജെ എന്ന് പറഞ്ഞാൽ എന്താണ്? കറണ്ട് ഡെൻസിറ്റിയാണ്. അപ്പോൾ നമ്മൾ അതിനെ ഒരു ഫീൽഡിൽ ഒരു മാറ്ററിനെ അല്ലെങ്കിൽ ഒരു ഡൈലക്ട്രിക് മെറ്റീരിയലിനെ അല്ലെങ്കിൽ ഒരു മാറ്ററിനെ കൊണ്ടുവന്ന് മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ച് കഴിഞ്ഞാൽ അവിടെ വ്യത്യാസം വരും. സോ ഈ ഇക്വേഷനെ നമുക്ക് എന്ത് ചെയ്യണം? മാറ്റി എഴുതണം. ഇൻ ദ കേസ് ഓഫ് മാറ്റർ, മാക്സ്വെൽസ് ഇക്വേഷൻ ഇൻ മാറ്ററിൽ വരുമ്പോൾ നമുക്ക് ഈ ഇക്വേഷനെ ഒന്ന് മാറ്റി എഴുതണം. ഇനി അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതിനായിട്ട് നമുക്കറിയാം, നമ്മൾ ഇപ്പം ഒരു ഇലക്ട്രിക് ഫീൽഡിൽ ഒരു ഡൈലക്ട്രിക് മെറ്റീരിയൽ കൊണ്ടുവയ്ക്കുമ്പോഴത്തേന് അതിനകത്ത് ഡൈപോൾസ് ഇൻഡ്യൂസ് ചെയ്യുന്നു എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഇലക്ട്രിക് പോളറൈസേഷൻ മൂലം ബൗണ്ട് ചാർജസ് ഉണ്ടാവുകയും ആ ബൗണ്ട് ചാർജിൻ്റെ ഡെൻസിറ്റി റോ ഈക്വൽ ടു മൈനസ് ഡെൽ ഡോട്ട് പി ആണെന്ന് പറയുകയും ചെയ്തു. ഇതേപോലെ മാഗ്നറ്റിക് ഫീൽഡിൽ നമ്മളൊരു മാഗ്നറ്റിക് മെറ്റീരിയൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ടൈനി മാഗ്നറ്റിക് ഡൈപോൾസ് ഉണ്ടാകും. എങ്ങനെയാണ്? ടൈനി മാഗ്നറ്റിക് ഡൈപോൾസ് ഇൻഡ്യൂസ് ചെയ്യപ്പെടും. നമ്മൾ ഒരു മാഗ്നറ്റിക് ഫീൽഡിലാണ് ഒരു മെറ്റീരിയൽ കൊണ്ടുവന്ന് വെക്കുന്നതെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിൽ ഏതെങ്കിലും മെറ്റീരിയൽ വെച്ചിട്ട് കാര്യമില്ല, ഒരു മാഗ്നറ്റിക് മെറ്റീരിയൽ വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് കുഞ്ഞു കുഞ്ഞു മാഗ്നറ്റിക് ഡൈപോൾസ് ഇൻഡ്യൂസ് ചെയ്യപ്പെടും. ഇതിൻ്റെ ഫലമായിട്ട് അവിടെ മാഗ്നറ്റൈസേഷൻ സംഭവിക്കും, മെറ്റീരിയലിന് മാഗ്നറ്റൈസേഷൻ സംഭവിക്കും. ഇങ്ങനെ ഒരു മാഗ്നറ്റിക് മെറ്റീരിയൽ മാഗ്നറ്റൈസ് ആവുന്നതിനെ വിളിക്കുന്ന പേരാണ് മാഗ്നറ്റിക് പോളറൈസേഷൻ. എന്താണ്? മാഗ്നറ്റിക് പോളറൈസേഷൻ. ഇതിൻ്റെ ഫലമായിട്ട്, മാഗ്നറ്റിക് പോളറൈസേഷൻ്റെ ഫലമായിട്ട് മെറ്റീരിയലിനകത്ത് ബൗണ്ട് കറണ്ടാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എന്താണ്? ബൗണ്ട് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു. എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു? ബൗണ്ട് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുകയും അതിൻ്റെ കറണ്ട് ഡെൻസിറ്റി എന്ന് പറയുന്നത് ജെ ബി ഇസ് ഈക്വൽ ടു ഡെൽ ക്രോസ് എം ആണ്. കറണ്ട് ഡെൻസിറ്റി ജെ ബി ഇസ് ഈക്വൽ ടു കറണ്ട് ഡെൻസിറ്റി ഡ്യൂ ടു ബൗണ്ട് കറണ്ട് മൂലമുള്ള കറണ്ട് ഡെൻസിറ്റി ജെ ബി ഇസ് ഈക്വൽ ടു ഡെൽ ക്രോസ് എം. എന്താണ്? ഡെൽ ക്രോസ് എം. അവിടെ എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഗ്നറ്റൈസേഷൻ എന്നാണ് പറയുന്നത്. മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റ് പെർ യൂണിറ്റ് വോളിയം. മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റ് പെർ യൂണിറ്റ് വോളിയം അല്ലെങ്കിൽ ദാറ്റ് ഈസ് മാഗ്നറ്റൈസേഷൻ്റെ വാല്യൂ ആണ് എം എന്ന് പറയുന്നത്. ഇനി നമ്മൾ പറഞ്ഞ മാഗ്നറ്റിക് പോളറൈസേഷൻ മൂലമാണ് അതിനകത്ത് എന്തുണ്ടാകുന്നത്? കറണ്ട് ഉണ്ടാകുന്നത്. മാഗ്നറ്റിക് പോളറൈസേഷൻ മൂലമാണ് അതിനകത്ത് കറണ്ട് ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു. നമ്മളിതിപ്പോൾ സ്റ്റാറ്റിക് കേസ് അല്ല, നോൺ സ്റ്റാറ്റിക് കേസ് ആണ് എങ്കിൽ ഒരു മാഗ്നറ്റിക് മെറ്റീരിയലിൽ ബൗണ്ട് കറണ്ട് ജനറേറ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? മാഗ്നറ്റിക് പോളറൈസേഷൻ മൂലമാണ്, അല്ലേ? അപ്പം ഇതിനകത്ത് ഒരു സർഫസ് ചാർജ് ഡെൻസിറ്റി ഉണ്ടെന്നിരിക്കുക. ചാർജ് ഡെൻസിറ്റി ഓഫ് ദി ഡൈലക്ട്രിക് മെറ്റീരിയൽ സിഗ്മ ബി ആണ്, ഡ്യൂ ടു പോളറൈസേഷൻ പി മൂലമുള്ള എന്താണ്? മാഗ്നറ്റിക് പോളറൈസേഷനിലുണ്ടാകുന്ന വേരിയേഷൻ. ഇപ്പം ഒരു മാഗ്നറ്റിക് മെറ്റീരിയൽ നമ്മൾ നോൺ സ്റ്റാറ്റിക് ആയിട്ടുള്ള ഒരു ഫീൽഡിലാണ് വെച്ചിരിക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പം അവിടെ ഉള്ള മാഗ്നറ്റിക് പോളറൈസേഷനിലുണ്ടാകുന്ന വേരിയേഷൻ കാരണം എന്ത് ചെയ്യും? ഈ ബൗണ്ട് കറണ്ട് എന്ത് ചെയ്യും? കറണ്ട് ഡെൻസിറ്റി കൂടും, ബൗണ്ട് കറണ്ട് ഫ്ലോ ചെയ്യും. ആൻഡ് ഇറ്റ് വിൽ കോൺസ്റ്റിറ്റ്യൂട്ട് എ പോളറൈസേഷൻ കറണ്ട് ഡെൻസിറ്റി. മനസ്സിലായ? മാഗ്നറ്റിക് പോളറൈസേഷനിലുണ്ടാകുന്ന ചേഞ്ച് മൂലം ബൗണ്ട് ചാർജസ് ഫ്ലോ ചെയ്യും. ചാർജസ് എന്ത് ചെയ്യും? ഫ്ലോ ചെയ്യും. ഇതിനെ വിളിക്കുന്ന പേരാണ് കറണ്ട് ഡെൻസിറ്റി ഡ്യൂ ടു പോളറൈസേഷൻ. മനസ്സിലായ? കറണ്ട് ഡെൻസിറ്റി ഡ്യൂ ടു പോളറൈസേഷൻ ആൻഡ് ഇറ്റ് ഈസ് ഗിവൺ ബൈ ജെ പി ഈക്വൽ ടു ഡോ പി ബൈ ഡോ ടി. ജെ പി ഈസ് ഈക്വൽ ടു ഡോ പി ബൈ ഡോ ടി. ഓക്കെ, ഒന്നും കൂടെ പറഞ്ഞുതരാം. നമ്മളിപ്പം ഒരു ഇലക്ട്രിക് ഫീൽഡിൽ കൊണ്ടുവന്നൊരു ഡൈലക്ട്രിക് മെറ്റീരിയൽ വെക്കുകയാണെങ്കിൽ അവിടെ ഇലക്ട്രിക് പോളറൈസേഷൻ മൂലം എന്തുണ്ടാകുന്നു? ബൗണ്ട് ചാർജസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് വിൽ അപ്പിയേഴ്സ് ഓൺ ദ സർഫസ് ഓഫ് ദി മെറ്റീരിയൽ. ഓക്കെ, ഇനി ഇതേപോലെ ഒരു മാഗ്നറ്റിക് മെറ്റീരിയലിനെ കൊണ്ടുവന്നൊരു മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ച് കഴിഞ്ഞാൽ അവിടെ ടൈനി ഡൈപോൾസ് ഇൻഡ്യൂസ് ചെയ്യുന്നു. ഓക്കെ, ഇതിൻ്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കും? ടൈനി ഡൈപോൾസ് ഇൻഡ്യൂസ് ചെയ്യുന്നു, അല്ലേ? ഇതിൻ്റെ ഫലമായിട്ട് മെറ്റീരിയൽ മാഗ്നറ്റൈസ്ഡ് ആകുന്നു. ഇങ്ങനെ മെറ്റീരിയൽ മാഗ്നറ്റൈസ് ആവുന്നതിനെ വിളിക്കുന്ന പേരാണ് മാഗ്നറ്റിക് പോളറൈസേഷൻ.
മാഗ്നറ്റിക് പോളറൈസേഷൻ. അവിടെ ബൗണ്ട് ചാർജസ്, നമ്മളിപ്പോൾ ഇലക്ട്രിക് ഫീൽഡിൻ്റെ കേസിൽ ബൗണ്ട് ചാർജസ് ആണ് ഉണ്ടായതെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ കേസിൽ ബൗണ്ട് കറണ്ട് ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഡ്യൂ ടു മാഗ്നറ്റിക് പോളറൈസേഷൻ. മാഗ്നറ്റിക് പോളറൈസേഷൻ മൂലം ബൗണ്ട് കറണ്ടാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം മാഗ്നറ്റിക് പോളറൈസേഷൻ മൂലം പ്രൊഡ്യൂസ് ചെയ്യുന്ന ബൗണ്ട് കറണ്ട് എന്ന് പറയുന്നത് JP = ∂P/∂T ആണ്. ഓക്കെ, ഇനി കറണ്ട് ഡെൻസിറ്റി ഡ്യൂ ടു ബൗണ്ട് കറണ്ട്, ബൗണ്ട് കറണ്ട് മൂലമുള്ള കറണ്ട് ഡെൻസിറ്റി എന്ന് പറയുന്നത് JB = ∇×M. മനസ്സിലായ? ബൗണ്ട് കറണ്ട് മൂലമുള്ള കറണ്ട് ഡെൻസിറ്റി, ബൗണ്ട് കറണ്ടിൻ്റെ കറണ്ട് ഡെൻസിറ്റി ഡ്യൂ ടു മാഗ്നറ്റിക് പോളറൈസേഷൻ. മാഗ്നറ്റിക് പോളറൈസേഷൻ മൂലം ഒരു ബൗണ്ട് കറണ്ട് ഉണ്ടാവുകയും അതിൻ്റെ കറണ്ട് ഡെൻസിറ്റി JB = ∇×M. അതേപോലെ തന്നെ മാഗ്നറ്റിക് മെറ്റീരിയൽസിൽ എന്തുണ്ടാകുന്നു? മാഗ്നറ്റിക് പോളറൈസേഷൻ മൂലം ഒരു കറണ്ട് ഡെൻസിറ്റി ഉണ്ടാകുന്നു. എന്തുണ്ടാകുന്നു? മാഗ്നറ്റിക് പോളറൈസേഷൻ മൂലം ഒരു കറണ്ട് ഫ്ലോ ഉണ്ടാവുകയും അതിനെ നമ്മൾ കറണ്ട് ഡെൻസിറ്റി ഡ്യൂ ടു പോളറൈസേഷൻ എന്ന് പറയുന്നു. കറണ്ട് ഡെൻസിറ്റി ഡ്യൂ ടു പോളറൈസേഷൻ, ദാറ്റ് ഈസ് JP = ∂P/∂T. ഇനി ഇക്വേഷൻ 2 നമുക്കറിയാം. ടോട്ടൽ കറണ്ട് ഡെൻസിറ്റി എന്ന് പറയുന്നത് J കറണ്ട് ഡെൻസിറ്റി ഡ്യൂ ടു ഫ്രീ ഇലക്ട്രോൺസ് പ്ലസ് കറണ്ട് ഡെൻസിറ്റി ഡ്യൂ ടു ബൗണ്ട് ഇലക്ട്രോൺസ് പ്ലസ് കറണ്ട് ഡെൻസിറ്റി ഡ്യൂ ടു പോളറൈസേഷൻ. കറണ്ട് ഡെൻസിറ്റി ഡ്യൂ ടു പോളറൈസേഷൻ. ഇനി കറണ്ട് ഡെൻസിറ്റി ഡ്യൂ ടു ഫ്രീ ഇലക്ട്രോൺസ് അതേപോലെ എഴുതുക, പ്ലസ് കറണ്ട് ഡെൻസിറ്റി ഡ്യൂ ടു ബൗണ്ട് ഇലക്ട്രോൺസ് മീൻസ് ∇×M ഫ്രം ഇക്വേഷൻ 1. കണ്ടോ? എന്നാണ് ഈ ഇക്വേഷൻ. ഇനി കറണ്ട് ഡെൻസിറ്റി ഡ്യൂ ടു പോളറൈസേഷൻ എന്ന് പറയുന്നത് ∂P/∂T. അപ്പം നമുക്ക് ജെയുടെ വാല്യൂ മാറി. നമ്മുടെ മാക്സ്വെൽസ് ഇക്വേഷനകത്ത് നിങ്ങൾ മാക്സ്വെൽസ് ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ ∇×B = μ0J + μ0ε0 ∂E/∂T എന്നാണ്. ഇവിടെ ജെയുടെ വാല്യൂ മാറി. J = JF + JB + JP എന്നായി. അപ്പം ആ JPയുടെ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ എന്തായിട്ട് മാറും? ആംബിയേഴ്സ് ലോ ബിക്കംസ് ∇×B = μ0J + μ0ε0 ∂E/∂T = μ0 × JF + ∇×M + ∂P/∂T + μ0ε0 ∂E/∂T. ഓക്കെ, അപ്പം ∇×B = μ0 × JF + ∇×M + ∂P/∂T + μ0ε0 ∂E/∂T. ഈ ഇക്വേഷനെ നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്യാം. ഇങ്ങനെ ഇതിനകത്ത് ഈ ടേമിൽ നിന്നും μ0 കോമൺ എടുത്ത് അതിനുശേഷം ഈ ∇×Bയും ∇×Mനെയും ഒരുമിച്ചെടുത്ത് അപ്പം μ0 കോമൺ ആയിട്ട് എടുക്കുമ്പം μ0 രണ്ടിൽ നിന്ന് μ0 കോമൺ ആയിട്ട് എടുത്ത് μ0 μ0നെ ഇപ്പുറത്ത് കൊണ്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് μ0 ∇× ഇവിടെ B ഉണ്ട്, ഇവിടെ M ഉണ്ട്. പക്ഷേ ഇവിടെ Bക്ക് താഴെ എന്തില്ല? μ0 ഇല്ല. ബിയുടെ കൂടെ എന്തില്ല? μ0 ഇല്ല. അപ്പം μ0 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. μ0 ∇× B/μ0. ഇവിടുന്ന് എമ്മിനെ ഇപ്പുറത്ത് കൊണ്ടുവരുമ്പോൾ -M. -M = JF. μ0 കോമൺ എടുത്ത് ഇപ്പുറത്ത് കൊണ്ടുവന്നല്ലോ. JF + ∂/∂T of ε0 E + P എന്ന് എഴുതാം. ∂/∂T of ε0 E + P എന്ന് എഴുതാൻ പറ്റും. മനസ്സിലായോ? അപ്പോൾ ഈ ഇക്വേഷനെ മോഡിഫൈ ചെയ്ത് നമ്മൾ ഈ ഇക്വേഷൻ്റെ ഫോമിലേക്ക് ആറ്റി. ഇനി നമ്മൾ പഠിച്ചിട്ടുണ്ട് മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി H = B/μ0 - M ആണെന്ന്. അങ്ങനെയാണെങ്കിൽ B/μ0 - Mന് പകരം നമുക്ക് എന്തെന്ന് കൊടുക്കാം? H എന്ന് കൊടുക്കാം. ഓക്കെ, H എന്ന് കൊടുക്കുക. അപ്പോൾ എന്തോരും? ∇×H = JF + d/dt of ε0 E + Pക്ക് പകരം എന്തെന്ന് കൊടുക്കാം? ε0 E + Pക്ക് പകരം നമുക്ക് D എന്ന് കൊടുക്കാം. D കൊടുക്കുമ്പോഴത്തേന് ഇക്വേഷൻ എന്തായിട്ട് മാറും? ഇവിടെ ഈ μ0 ഇല്ല കേട്ടോ, ഈ μ0 ഇല്ല, സോറി പോയി. അപ്പം ∇× B/μ0 - Mന് പകരം എന്തെന്ന് കൊടുക്കാം? H എന്ന് കൊടുക്കാം. B/μ0 - Mന് പകരം H എന്ന് കൊടുക്കാം. അപ്പം ∇×H = JF + ∂D/∂T where D = ε0 E + P എന്നാണ്. അപ്പം നമുക്ക് ആംബിയേഴ്സ് ലോ
മാറ്ററിലാകുമ്പം ചേഞ്ച് ചെയ്യും. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ മാക്സ്വെൽസിൻ്റെ 4 ഇക്വേഷൻസ് നമുക്ക് ഒന്നും കൂടെ എഴുതാം. ഡെൽ ഡോട്ട് ഡി ഈക്വൽ ടു റോ എഫ്, ഗോസസ് ലാ മാറി മാറ്ററിലേക്ക് വരുമ്പോൾ ഗോസസ് ലാ ഡെൽ ഡോട്ട് ഡി ഈസ് ഈക്വൽ ടു റോ എഫ് ആയി മാറും. ഡെൽ ഡോട്ട് ബി ഈക്വൽ ടു 0 എന്ന് പറയുന്നത് സെയിം തന്നെയാണ്. ഡെൽ ക്രോസ് ഇ ഈസ് ഈക്വൽ ടു മൈനസ് ഡോ ബി ബൈ ഡോ ടി ഫാരഡേസ് ലാ സെയിം തന്നെയാണ്. ഡെൽ ക്രോസ് എച്ച് ഇസ് ഈക്വൽ ടു ജെ എഫ് പ്ലസ് ഡോ ഡി ബൈ ഡോ ടി ആംബിയേഴ്സ് ലാ ചേഞ്ച് ചെയ്യും. അപ്പം ഇതാണ് മാക്സ്വെൽസ് ഇക്വേഷൻസ് ഇൻ മാറ്റർ. ഈ 4 ഇക്വേഷൻസിനെ വിളിക്കുന്ന പേരാണ് മാക്സ്വെൽസ് ഇക്വേഷൻസ് ഇൻ മാറ്ററിൽ മാക്സ്വെൽസ് ഇക്വേഷൻസ്. ഓക്കെ, അപ്പോൾ ഈ 4 ഇക്വേഷൻസ് മനസ്സിലായല്ലോ. വളരെ പ്രധാനപ്പെട്ടതാണ് മാക്സ്വെൽസ് ഇക്വേഷൻസ് ഇൻ മാറ്റർ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ബൗണ്ടറി കണ്ടീഷൻസ് ആണ്. നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡിൻ്റെയും മാഗ്നറ്റിക് ഫീൽഡിൻ്റെയും വേരിയേഷൻ കൊണ്ടിട്ടാണ് എന്തുണ്ടാകുന്നത്, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് എയറിൽ കൂടെയും ട്രാവൽ ചെയ്യും, വാട്ടറിൽ കൂടെയും ട്രാവൽ ചെയ്യും, എല്ലാ മീഡിയത്തിൽ കൂടിയും സഞ്ചരിക്കും. ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് പല മീഡിയത്തിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത്. അപ്പം എയർ വാട്ടർ ഇൻ്റർഫേസ് വരുമ്പോൾ മീഡിയത്തിൻ്റെ ആ ഒരു ഇൻ്റർഫേസിൽ വെച്ചിട്ട് ഇലക്ട്രിക് ഫീൽഡ് വെക്ടറിനും മാഗ്നറ്റിക് ഫീൽഡ് വെക്ടറിനും എന്നുണ്ടായിരിക്കും ചില കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം. ആ ഇൻ്റർഫേസിൽ ടു മീഡിയാസിൻ്റെ ഇൻ്റർഫേസിൽ വെച്ചിട്ട് ഇലക്ട്രിക് ഫീൽഡ് വെക്ടറും മാഗ്നറ്റിക് ഫീൽഡ് വെക്ടറും ചില കണ്ടീഷൻസ് ടു സർഫസ് ഇൻ്റർഫേസിൽ വെച്ചിട്ട് ചില കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം. ഈ കണ്ടീഷൻസിനെ വിളിക്കുന്ന പേരാണ് ബൗണ്ടറി കണ്ടീഷൻസ് എന്ന്. മനസ്സിലായോ? ഇലക്ട്രിക് ഫീൽഡിൻ്റെ വെക്ടറും മാഗ്നറ്റിക് ഫീൽഡ് വെക്ടറും 2 മീഡിയാസിൻ്റെ ഇൻ്റർഫേസിൽ വെച്ചിട്ട് ചില കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം. ഈ കണ്ടീഷൻസിനെ വിളിക്കുന്ന പേരാണ് ബൗണ്ടറി കണ്ടീഷൻസ് എന്ന്. ഒന്നാമത്തെ ബൗണ്ടറി കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ കമ്പോണൻറ്റ് ഓഫ് ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ഡിസ്കണ്ടിന്യൂസ് അക്രോസ് ദി ഇൻ്റർഫേസിൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ നോർമൽ കമ്പോണൻറ്റ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ നോർമൽ കമ്പോണൻറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഡിസ്കണ്ടിന്യൂസ് ആയിരിക്കും. നമുക്കപ്പം മാക്സ്വെൽസ് ഇക്വേഷൻസ് ഇൻ മാറ്ററിൻ്റെ ഫസ്റ്റ് ഇക്വേഷനാണ് ഇവിടെ അപ്ലൈ ചെയ്ത് ഡിസ്കണ്ടിന്യൂസ് ആണെന്ന് പ്രൂവ് ചെയ്യേണ്ടത്. അത് ചെയ്യും. അതായത് നമുക്കറിയാം മാക്സ്വെൽസ് ഇക്വേഷൻസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാറ്ററിൽ ഡെൽ ഡോട്ട് ഡി ഈസ് ഈക്വൽ ടു റോ അല്ലേ, റോ എഫ്. ഡെൽ ഡോട്ട് ഡി ഈസ് ഈക്വൽ ടു റോ എഫ് എന്നാണ് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത്. അതിൻ്റെ ഇൻ്റഗ്രൽ ഫോം എന്ന് പറയുന്നത് ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഡി ഡോട്ട് ഡി എ ഈക്വൽ ടു ക്യൂ എൻക്ലോസ്ഡ്, ചാർജ് എൻക്ലോസ്ഡ് എന്നാണ്. അപ്പോൾ നമുക്ക് ഇതിന് ഈ മാക്സ്വെൽസ് ഇക്വേഷനെ നമുക്ക് ഒരു സിസ്റ്റത്തിലേക്ക് അപ്ലൈ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു സർഫസ് കൺസിഡർ ചെയ്യുകയാണ് വിത്ത് സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മ എഫ്. വി ആർ കൺസിഡറിങ് എ സർഫസ് വിത്ത് സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മ എഫ്. അതിൻ്റെ പുറത്ത് നമുക്കപ്പോൾ 2 മീഡിയം കൺസിഡർ ചെയ്യാനുള്ളതുകൊണ്ട് അവിടെ നമ്മളൊരു ചെറിയ DH തിക്നെസ് ഉള്ള ഒരു ചെറിയ ഗോസിയൻ പിൽ ബോക്സ് കൺസിഡർ ചെയ്യുന്നു. ഗോസിയൻ പിൽ ബോക്സിൻ്റെ ഒരു ഫേസിൽ ഡിസ്പ്ലേസ്മെൻറ്റ് വെക്റ്റർ എന്ന് പറയുന്നത് D1 ആണ്. അടുത്ത ഫേസിൽ അതായത് സർഫസുമായിട്ട് കോണ്ടാക്റ്റ് വരുന്ന സർഫസിൽ ഡിസ്പ്ലേസ്മെൻറ്റ് വെക്റ്റർ എന്ന് പറയുന്നത് D2 ആണ്. ഈ സർഫസിലെ ചാർജ് ഡെൻസിറ്റി എന്ന് പറയുന്നത് സർഫസ് ചാർജ് ഡെൻസിറ്റി എന്ന് പറയുന്നത് സിഗ്മ എഫ് ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ഗോസിയൻ പിൽ ബോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ തിക്നെസ് കുറഞ്ഞ ഒരു സാധനമാണ് ഗോസിയൻ പിൽ ബോക്സ്. ഇപ്പോൾ അതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് DH എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. ദാറ്റ് ഈസ് ഇറ്റ് ടെൻസ് ടു 0 ആണ്. വളരെ തിക്നെസ് കുറഞ്ഞ വളരെ ചെറിയ ഒരു റീജിയനാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ദാറ്റ് ഈസ് ആൻഡ് ആ തിക്നെസ് എന്ന് പറയുന്നത് ആൾവേസ് ടെൻഡ് ടു 0 ടെൻഡ് ചെയ്യുന്നതാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ഒരു സ്റ്റേറ്റിൽ നമ്മൾ ഗോസസ് ലാ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഗോസസ് ലാ ഇൻ മാറ്റർ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇൻ്റഗ്രൽ ഫോം അപ്ലൈ ചെയ്യുകയാണെങ്കിൽ D1 ഡോട്ട് എ മൈനസ് D2 ഡോട്ട് എ ഈക്വൽ ടു അവിടുത്തെ സർഫസ് ചാർജ് ഡെൻസിറ്റിക്ക് തുല്യമാണ്. സിഗ്മ എഫ് ഇൻറ്റു എക്ക് തുല്യമാണ്. എന്താണ്? D1 ഡോട്ട് എ മൈനസ് D2 ഡോട്ട് എ. അത് നമ്മൾ ഈ ഇക്വേഷൻ വെച്ചിട്ടാണ് എഴുതുന്നത്. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. അതായത് D1 ഡോട്ട് എ മൈനസ് D2 ഡോട്ട് എ ഈക്വൽ ടു ഇവിടുത്തെ സർഫസ് ചാർജ് എത്രയാണ്? സിഗ്മ എഫ് ഇൻറ്റു എ. ദാറ്റ് മീൻസ് D1 മൈനസ് D2 ഈസ് ഈക്വൽ ടു സിഗ്മ എഫ്. ഇപ്പം നമുക്ക് D1 മൈനസ് D2 ഈക്വൽ ടു 0 ആയിരുന്നു എങ്കിൽ നമുക്ക് ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണെന്ന് പറയാം? കണ്ടിന്യൂസ് ആണെന്ന് പറയാം. പക്ഷേ ഇവിടെ D1 മൈനസ് D2 ഈക്വൽ ടു സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മ എഫ് എന്ന് കിട്ടി. ഫ്രീ സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മ എഫ് എന്ന് കിട്ടി. ദാറ്റ് മീൻസ് നോർമൽ കമ്പോണൻറ്റ് ഓഫ് ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെൻറ്റ് ആർ ഡിസ്കണ്ടിന്യൂസ്. Normal component of electric displacement are continuous across the surface, across the 2 medias of the surface. ഇനി അടുത്തെന്ന് പറയുന്നത്
അപ്പോൾ ഇതാണ് ഒന്നാമത്തെ ബൗണ്ടറി കണ്ടീഷൻ എന്ന് പറയുന്നത്. ഒന്നാമത്തെ ബൗണ്ടറി കണ്ടീഷൻ എന്താണ്? നോർമൽ കമ്പോണൻറ്റ് ഓഫ് ദി ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെൻറ്റ് ആർ ഡിസ്കണ്ടിന്യൂസ് ആണ്. ദാറ്റ് ഈസ് D1 മൈനസ് D2 ഈക്വൽ ടു സിഗ്മ എഫ്. നെക്സ്റ്റ് രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് നോർമൽ കമ്പോണൻറ്റ് ഓഫ് മാഗ്നറ്റിക് ഇൻഡക്ഷൻ ഈസ് കണ്ടിന്യൂസ് അക്രോസ് ദ ബൗണ്ടറി. നോർമൽ കമ്പോണൻറ്റ് ഓഫ് മാഗ്നറ്റിക് ഇൻഡക്ഷൻ ബിയുടെ വാല്യൂ കണ്ടിന്യൂസ് ആണ് അക്രോസ് ദി ബൗണ്ടറി എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഡെൽ ഡോട്ട് ബി ഈക്വൾ ടു 0, ദാറ്റ് ഈസ് മാഗ്നറ്റിക് മോണോപോൾസ് ഡു നോട്ട്. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ദ നോർമൽ കമ്പോണൻറ്റ് ഓഫ് മാഗ്നറ്റിക് ഇൻഡക്ഷൻ ഈസ് കണ്ടിന്യൂസ് അക്രോസ് ദ ബൗണ്ടറി. അതായത് ബൗണ്ടറിയിൽ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടിന്യൂസ് ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. ദാറ്റ് ഈസ് ബി വെക്റ്റർ കണ്ടിന്യൂസ് ആണ് എന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. അതാണ് രണ്ടാമത്തെ ബൗണ്ടറി കണ്ടീഷൻ എന്ന് പറയുന്നത്. അതിനായിട്ട് നമ്മൾ എടുക്കുന്നത് ഡെൽ ഡോട്ട് ബി ഈക്വൾ ടു 0 എന്ന രണ്ടാമത്തെ മാക്സ്വെൽ ഇക്വേഷനാണ്. ദാറ്റ് ഈസ് മാഗ്നറ്റിക് മോണോപോൾസ് ഡു നോട്ട് എക്സിസ്റ്റ് എന്ന് പറയുന്ന കണ്ടീഷനാണ് നമ്മൾ അതിനായിട്ട് എടുക്കുന്നത്. ഓക്കെ, അപ്പം അതിനായിട്ട് എടുക്കുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് ഡെൽ ഡോട്ട് ബി ഈക്വൾ ടു 0 അല്ലെ ഇൻറ്റഗ്രൽ ഫോം എന്ന് പറയുന്നത് ക്ലോസ്ഡ് ഇൻറ്റഗ്രൽ ബി ഡോട്ട് ഡി ഈക്വൾ ടു 0. ഇവിടെ നമ്മൾ പറഞ്ഞു ഇവിടെ എടുത്തിരിക്കുന്ന ഗോഷിയൻ ഫിൽ ബോക്സ് എന്ന് പറയുന്ന തിക്നെസ് എന്ന് പറയുന്നത് DH ആണ് അല്ലേ. തിക്നെസ് DH ആണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ DH എന്ന് പറയുന്നത് എന്താണ്? ആൾവേസ് ടെൻഡ് ടു 0. ഈ തിക്നെസ് എന്ന് പറയുന്നത് എന്താണ്? വളരെ ചെറുതാണ്. വളരെ ചെറുതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ നെഗ്ലിജിബിളി സ്മാൾ, ഒരു വിരലിൻ്റെ കനം പോലും ഇല്ലാത്ത അത്രയും തിക്നെസ് കുറഞ്ഞ ഒരു റീജിയൻ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു DHൻ്റെ തിക്നെസ് തന്നെ കുറച്ച് 0യുടെ അടുത്തേക്ക് എത്തുമ്പോഴത്തേന് അവിടെ സർഫസ് ഏരിയ വല്ലതും ഉണ്ടോ? ഇല്ല. നമുക്കറിയാം ബി ഡോട്ട് ഡി എ ഇസ് ഈക്വൽ ടു 5 ആണെന്ന് അല്ലേ. ക്ലോസ്ഡ് ഇൻറ്റഗ്രൽ ബി ഡോട്ട് ഡി എ ഇസ് ഈക്വൽ ടു 5 ആണ്. അവിടുത്തെ ഇലക്ട്രിക് ഫ്ലക്സിന് തുല്യമാണ്. പക്ഷേ അവിടെ ഏരിയ ടെൻഡ്സ് ടു 0 ആകുമ്പോഴത്തേന് അവിടെ ഇലക്ട്രിക് ഫ്ലക്സ് കാണുമോ? ഇല്ല. അപ്പോൾ എന്ത് പറ്റും? ബി ഡോട്ട് ഡി എ ഈക്വൽ ടു 0 ആയിട്ട് മാറും. അങ്ങനെയാണെങ്കിൽ ഈ മേളിലത്തെ മുകളിലത്തെ സർഫസിലുള്ള ബി ഡോട്ട് ഡി എയും ഈ താഴത്തെ സർഫസിലുള്ള ബി ഡോട്ട് ഡി എയും മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 0 കിട്ടും. മനസ്സിലായി? കാരണം അത് രണ്ടിൻ്റെ തിക്നെസ് കുറച്ചുകൊണ്ട് കൊണ്ടുവന്ന് ഒരു ചെന്ന് ചേരുമ്പോൾ അവിടെ എന്തെങ്കിലും ഉണ്ടോ? അവിടെ ഏരിയ എന്ന് പറയുന്ന സാധനമേ ഇല്ല. അപ്പോൾ അവിടെ എന്ത് പറ്റും? അവിടെ ഫ്ലക്സ് എൻക്ലോസ് ചെയ്യുന്നത് 0 ആയിരിക്കും. ദ ഫ്ലക്സ് എൻക്ലോസ്ഡ് ബൈ ദ സർഫസ് ഈസ് 0. സോ B1 ഡോട്ട് എ മൈനസ് B2 ഡോട്ട് എ ഈക്വൾ ടു 0. ദാറ്റ് ഈസ് B1 നോർമൽ ഈസ് ഈക്വൾ ടു B2 നോർമൽ. അപ്പർ സർഫസിൽ മാഗ്നറ്റിക് ഫീൽഡും താഴത്തെ മാഗ്നറ്റിക് ഫീൽഡും എന്താണ്? കണ്ടിന്യൂസ് ആണെന്ന് നമുക്ക് പറയാം. നോർമൽ കമ്പോണൻറ്റ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ആർ കണ്ടിന്യൂസ് ആണെന്ന് പറയാം. ഇതാണ് രണ്ടാമത്തെ ബൗണ്ടറി കണ്ടീഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് മൂന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ടാൻജൻഷ്യൽ കമ്പോണൻറ്റ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് കണ്ടിന്യൂസ് അക്രോസ് ദ ഇൻ്റർഫേസ്. ഇൻ്റർഫേസിൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ടാൻജൻഷ്യൽ കമ്പോണൻറ്റ് കണ്ടിന്യൂസ് ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. മൂന്നാമത്തെ കണ്ടീഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് അതിനായിട്ട് ഒരു പിൽ ബോക്സ് കൺസിഡർ ചെയ്യാം. അതിനായിട്ട് നമ്മൾ എടുക്കുന്നത് ഫാരഡേസ് ലായുടെ ഇൻറ്റഗ്രൽ ഫോമാണ്. ഇൻറ്റഗ്രൽ ഫോം ഓഫ് ഫാരഡേസ് ലാ. ഫാരഡേസ് ലാ നമുക്കറിയാം ഡെൽ ക്രോസ് ഇ ഈസ് ഈക്വൽ ടു മൈനസ് ഡോ ബി ബൈ ഡോ ടി ആണെന്ന് അറിയാം അല്ലേ. അതിന് നമുക്ക് ഇൻറ്റഗ്രൽ ഫോമിൽ എങ്ങനെ എഴുതാം? ക്ലോസ്ഡ് ഇൻറ്റഗ്രൽ ഇ ഡോട്ട് ഡി എൽ ഇസ് ഈക്വൽ ടു മൈനസ് ഡി ബൈ ഡി ടി ഓഫ് ഇൻറ്റഗ്രൽ ബി ഡോട്ട് ഡി എ. അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു സർഫസ് കൺസിഡർ ചെയ്യുന്നു. അവിടെ നമ്മളൊരു റെക്റ്റാങ്കുലാർ പിൽ ബോക്സ് ആണ് കൺസിഡർ ചെയ്യുന്നത്. വിത്ത് ലെങ്ത് എൽ ആൻഡ് തിക്നെസ് ഡെൽറ്റ എച്ച്. എൽ ലെങ്ത് ഉള്ള ഒരു റെക്റ്റാങ്കുലാർ പിൽ ബോക്സ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് വിത്ത് തിക്നെസ് ഡി എച്ച്. തിക്നെസ് എത്രയാണ്? DH ആണ്. ഇനി ഈ ഒരു ഇതിനകത്ത് ഞാൻ പറഞ്ഞു ഇതിൻ്റെ തിക്നെസ് DH എന്ന് പറയുന്നത് എന്താണ്? നെഗ്ലിജിബിളി സ്മാൾ ആണ്. അപ്പം DH ടെൻസ് ടു 0 ആണ് എങ്കിൽ ഇൻറ്റഗ്രൽ ബി ഡോട്ട് ഡി എ എന്തായിട്ട് മാറും? 0 ആയി മാറും അല്ലേ. അവിടെ ഏരിയ ഇല്ലെങ്കിൽ ആ ഏരിയയിൽ ഫ്ലക്സ് എൻക്ലോസ് ചെയ്യോ? ഇല്ല. ഫ്ലക്സ് ഇല്ലെങ്കിൽ d5 ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ ഫ്ലക്സ് 0 ആയാൽ d5 ബൈ ഡി ടി എന്തായിട്ട് മാറും? 0 ആയി മാറും. ഫ്ലക്സ് 0 ആയിപ്പോയി. ആ ഫ്ലക്സ് 0 ആയിപ്പോയി കഴിഞ്ഞാൽ d5 ബൈ ഡി ടി എന്ന് പറയുന്നത് 0 ആയി മാറും. ദാറ്റ് മീൻസ് E1 ഇൻറ്റു എൽ, E1 എന്ന് പറയുന്ന അപ്പർ സർഫസ്, E1 ഇൻറ്റു എൽ മൈനസ് E2 ഇൻറ്റു എൽ. E2 എന്ന് പറഞ്ഞാൽ ലോവർ സർഫസ്, E2 ഇൻറ്റു എൽ ഇസ് ഈക്വൽ ടു 0 ആണെന്ന് നമുക്ക് എഴുതാം. എഴുതിക്കൂടെ? കാരണം എന്താണ്? ഇതിൻ്റെ DHൻ്റെ തിക്നെസ് ഇങ്ങനെ കുറച്ച് കൊണ്ടുവരുമ്പോൾ ഏരിയ എന്തായിട്ട് മാറും? 0 ആയി മാറും.
ഏരിയ വളരെ ചെറുതായിരിക്കും, അല്ലെങ്കിൽ ഏരിയ എന്തായിട്ട് മാറും, വളരെ ചെറുതായിട്ട് മാറും. ആ ഒരു കുഞ്ഞ് ഏരിയയിൽ ഉള്ള ഫ്ലക്സ് എന്തായിരിക്കും, സീറോ ആയിരിക്കും. ദ ഫ്ലക്സ് എൻക്ലോസ്ഡ് ബൈ ദാറ്റ് സർഫസ് ഈസ് നെഗ്ലിജിബിളി സീറോ ആയിരിക്കും. ഫ്ലക്സ് സീറോ ആണെങ്കിൽ d∅/dt ഈക്വൽ ടു സീറോ. അങ്ങനെയാണെങ്കിൽ E1L മൈനസ് E2L ഇസ് ഈക്വൽ ടു സീറോ. ദാറ്റ് ഈസ് E1T ഈസ് ഈക്വൽ ടു E2T ആയിരിക്കും. അതായത് ടാൻജൻഷ്യൽ കമ്പോണൻറ്റ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് ടാൻജൻഷ്യൽ കമ്പോണൻറ്റ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് കണ്ടിന്യൂസ് അക്രോസ് ദി സർഫസ്. ഇതാണ് മൂന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത്. ഇനി നാലാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ടാൻജൻഷ്യൽ കമ്പോണൻറ്റ് ഓഫ് മാഗ്നറ്റിക് ഇൻറ്റൻസിറ്റി ഈസ് ഡിസ്കണ്ടിന്യൂസ് അക്രോസ് ദി സർഫസ് ഓഫ് സെപ്പറേഷൻ ഓഫ് ടു ഡൈഇലക്ട്രിക്സ് ബൈ ആൻ എമൗണ്ട് പ്രപ്പോർഷണൽ ടു ഫ്രീ സർഫസ് കറണ്ട് ഡെൻസിറ്റി. അതായത് മാഗ്നറ്റിക് ഇൻറ്റൻസിറ്റിയുടെ ടാൻജൻഷ്യൽ കമ്പോണൻറ്റ് രണ്ട് ഡൈഇലക്ട്രിക്സിൻ്റെ അവിടെ എന്തായിരിക്കും, ഡിസ്കണ്ടിന്യൂസ് ആയിരിക്കും ബൈ ആൻ എമൗണ്ട് പ്രപ്പോർഷണൽ ടു ഫ്രീ സർഫസ് കറണ്ട് ഡെൻസിറ്റി. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഫ്രീ സർഫസ് കറണ്ട് ഡെൻസിറ്റിക്ക് പ്രപ്പോർഷണൽ ആയിരിക്കും. നമുക്കിനി അതാണ് പ്രൂവ് ചെയ്യാനുള്ളത്. ഓക്കെ, നമുക്കറിയാം ഇൻ്റഗ്രൽ ഫോം ആംബിയേഴ്സ് ലായാണ് നമ്മൾ അതിനായിട്ട് എടുക്കുന്നത്. ഇൻ്റഗ്രൽ ഫോം ഇൻറ്റൻസിറ്റിയാണ് പറഞ്ഞേക്കുന്നത്, മാഗ്നറ്റിക് ഇൻറ്റൻസിറ്റിയാണ്. അപ്പോൾ മാഗ്നറ്റിക് ഇൻറ്റൻസിറ്റിയുടെ ഇക്വേഷൻ തന്നെ എടുക്കാം. ഇൻ്റഗ്രൽ ഫോം ഓഫ് മാഗ്നറ്റിക് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ H.dl ഇസ് ഈക്വൽ ടു I എൻക്ലോസ്ഡ് പ്ലസ് d/dt ഓഫ് ഡെൽ ഡോട്ട് ഡി എ, ഇൻ്റഗ്രൽ d ഡോട്ട് ഡി എ. ഇവിടെയും അതേ കണക്ക് തന്നെ ഏരിയ ചെറുതാകുമ്പോൾ അവിടുത്തെ ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെൻറ്റ് വെക്റ്റർ എന്തായിട്ട് മാറും, സീറോ ആയി മാറും. അപ്പോൾ ഈ സെക്കൻഡ് ടേം എന്തായിട്ട് മാറും, സീറോ ആയി പോവും. d/dt ഓഫ് സർഫസ് ഇൻ്റഗ്രൽ d ഡോട്ട് ഡി എ ടെൻസ് ടു സീറോ. when the area tends to 0 അല്ലെങ്കിൽ DH tends to 0, DA tends to very small. DA എന്തായിട്ട് മാറും, ഏരിയ സീറോ ആകത്തില്ല, ഏരിയ എന്ത് ചെയ്യും, ഏരിയ ടെൻസ് ടു വെരി സ്മാൾ. ഏരിയയുടെ വാല്യൂ വളരെ ചെറുതായിരിക്കും, വളരെ തിന്നായിട്ടുള്ള ഏരിയ ആയിരിക്കും. ആ ഏരിയയിൽ കൂടെയുള്ള ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് നമുക്ക് സീറോ ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ സെക്കൻഡ് ടേം എന്തായിട്ട് മാറും, d/dt ഓഫ് സർഫസ് ഇൻ്റഗ്രൽ d ഡോട്ട് ഡി എ ഈക്വൽ ടു സീറോ ആണെന്ന് പറയാം. ഇനി ഇവിടെ ഈ IF എന്ന് പറയുന്നത് ഉണ്ടായിരിക്കും അല്ലേ, IF എന്ന് പറയുന്നത് ഉണ്ടായിരിക്കും. പക്ഷേ എപ്പോഴും നമ്മൾ ഈ DH തിക്നെസ് കുറയ്ക്കുമ്പം അതിൻ്റെ നോർമൽ കമ്പോണൻ്റ് എന്തായിട്ട് പോകും, ടാൻജൻഷ്യൽ കമ്പോണൻ്റ് സീറോ ആയിപ്പോവും. ഇലക്ട്രിക് കറണ്ടിൻ്റെ ടാൻജൻഷ്യൽ കമ്പോണൻ്റ് സീറോ ആയിരിക്കും. പക്ഷേ മാഗ്നറ്റിക് ഇൻറ്റൻസിറ്റിക്ക് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള കറണ്ടിൻ്റെ ഫ്രീ ഇലക്ട്രോൺ കറണ്ട് ഡെൻസിറ്റി എക്സിസ്റ്റ് ചെയ്യും. മനസ്സിലായോ, മാഗ്നറ്റിക് ഇൻറ്റൻസിറ്റിക്ക് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള കറണ്ട് ഡെൻസിറ്റിയുടെ ടേം എക്സിസ്റ്റ് ചെയ്യും, കറണ്ട് ഡെൻസിറ്റി എക്സിസ്റ്റ് ചെയ്യും. That means when delta H tends to 0, IF enclosed is mainly due to the perpendicular component of surface current density. Mainly due to perpendicular component of surface current density. That is H1 minus H2, H1L minus H2L is equal to KF N cross L, where K is called പെർപെൻഡിക്കുലർ കമ്പോണൻ്റ് ഓഫ് സർഫസ് കറണ്ട് ഡെൻസിറ്റി. സർഫസ് കറണ്ട് ഡെൻസിറ്റിയുടെ പെർപെൻഡിക്കുലർ കമ്പോണൻ്റ് ആണ് KF എന്ന് പറയുന്നത്. നമുക്ക് അപ്പോൾ IFന് പകരം KF ഇൻറ്റു N ക്രോസ് L അല്ലെങ്കിൽ KF ക്രോസ് N ഇൻറ്റു L എന്ന് എഴുതാം. അപ്പം H1L മൈനസ് H2L ഇസ് ഈക്വൽ ടു KF ക്രോസ് N ഇൻറ്റു L. ഈ എല്ലും എല്ലും ക്യാൻസൽ ആയിപ്പോയി കഴിഞ്ഞാൽ H1 മൈനസ് H2 ഇസ് ഈക്വൽ ടു KF ക്രോസ് N എന്ന് കിട്ടും. ദാറ്റ് മീൻസ് H1 മൈനസ് H2 മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇൻറ്റൻസിറ്റിയുടെ വേരിയേഷൻ ഈസ് ഈക്വൽ ടു പെർപെൻഡിക്കുലർ കമ്പോണൻ്റ് ഓഫ് സർഫസ് ചാർജ് ഡെൻസിറ്റി. പെർപെൻഡിക്കുലർ കമ്പോണൻ്റ് ഓഫ് സർഫസ് ചാർജ് ഡെൻസിറ്റി ദാറ്റ് KF ക്രോസ് N. That is tangential component of H are discontinuous across the boundary. Magnetic field in the tangential component discontinuous ആണ്, across the boundaryയിൽ discontinuous ആണ്. മനസ്സിലായോ? Tangential component of magnetic intensity is discontinuous across the boundary. അപ്പോൾ 4 ബൗണ്ടറി കണ്ടീഷൻസ് ആണ് നമ്മൾ പഠിച്ചത്. ഏതൊക്കെയാണ് 4 ബൗണ്ടറി കണ്ടീഷൻസ്? ഫസ്റ്റ് വൺ, നോർമൽ കമ്പോണൻറ്റ് ഓഫ് ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെൻറ്റ്. നോർമൽ കമ്പോണൻറ്റ് ഓഫ് ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ഡിസ്കണ്ടിന്യൂസ്. ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ നോർമൽ കമ്പോണൻറ്റ് ഡിസ്കണ്ടിന്യൂസ് ആണ്. ദാറ്റ് ഈസ് D1 മൈനസ് D2 ഈസ് ഈക്വൽ ടു സിഗ്മ എഫ് ബൈ എ ഫാക്ടർ സിഗ്മ എഫ്. രണ്ടാമത്തേന്ന് പറയുന്നത് മാഗ്നറ്റിക് ഇൻഡക്ഷൻ കണ്ടിന്യൂസ് ആണ്. ദാറ്റ് ഈസ് B1 is equal to B2.
ഇനി അടുത്തതെന്ന് പറയുന്നത് ടാൻജൻഷ്യൽ കമ്പോണൻറ്റ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് കണ്ടിന്യൂസ്, ദാറ്റ് ഈസ് E1t മൈനസ് E2t ഈക്വൽ ടു 0. അടുത്തത് ടാൻജൻഷ്യൽ കമ്പോണൻറ്റ് ഓഫ് മാഗ്നറ്റിക് ഇൻറ്റൻസിറ്റി ഈസ് ഡിസ്കണ്ടിന്യൂസ് ആൻഡ് ഈസ് ഈക്വൽ ടു ആൻഡ് ബൈ ആൻ എമൗണ്ട് പ്രൊപ്പോർഷണൽ ടു free surface current density, proportional to free surface current density, that is H1 minus H2 is equal to K cross N, where K is the perpendicular component of surface current density. വളരെ പ്രധാനപ്പെട്ടതാണ്.